ജീവിതം, നമ്മൾ നയിക്കുന്ന ജീവിതം, അത് മരണത്തിനും ജീവിതത്തിനും ഇടക്കുള്ള സാഹചര്യം, ആ സന്ദർഭം ഒരു പക്ഷേ ഫിത്നകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ ദിവസവും 5 നേരം നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബി ജഹന്നം വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത് വമിൻ ശർരി ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ഇത് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളതാണ്. ജീവിതത്തിലെയും മരണത്തിലെയും ഫിത്നയിൽ നിന്ന് നാഥ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന്. അപ്പം ജീവിതത്തിൽ ഫിത്നയുണ്ടാകാം, മരണ സന്ദർഭത്തിലും ഫിത്നയുണ്ടാകാം. ആ ഫിത്നയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കാൻ, നിഷ്കളങ്കമായിക്കൊണ്ട് കാവൽ ചോദിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാ ദിവസവും ഇത് ചൊല്ലാറുള്ളതാണ്. പക്ഷേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ജീവിതത്തിൽ വന്നു പോകുന്ന ഫിത്നകൾ, പെട്ടെന്നുള്ള മഹാമാരികൾ, പെട്ടെന്നുള്ള പരീക്ഷണങ്ങൾ, ഇതിൽ നിന്നെല്ലാമുള്ള ഒരു മോചനത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടതാണ്, ആലോചിക്കേണ്ടതാണ്. അപ്രകാരം മരണം, ആ സന്ദർഭത്തിലുണ്ടാകുന്നതായ ഫിത്ന, അതിൽ നിന്നും രക്ഷ തേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പണ്ട് കാലം മുതൽ ആളുകൾക്ക് ജീവിതത്തോട് 2 വിഷൻ കാണാവുന്നതാണ്, 2 കാഴ്ചപ്പാടുകൾ കാണാവുന്നതാണ്. ചില ആളുകൾ പറയും, എന്താണ്, നമ്മൾ എല്ലും അതുപോലെ തന്നെ മണ്ണുമായതിന് ശേഷം അള്ളാഹു നമ്മെ വീണ്ടും പുനർജനിപ്പിക്കുകയോ, ഇത് പണ്ട് മുതലേ ആളുകൾ പറഞ്ഞു വന്നതായ ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടാകുമോ? നമ്മളെല്ലാം തകർന്നടിഞ്ഞതിന് ശേഷം, മരിച്ച് മണ്ണായതിന് ശേഷം വീണ്ടും നമ്മളെ പുനർജീവിപ്പിക്കുകയോ? ഇത് അസംഭവ്യമാണ്, അങ്ങനെ ഒന്നും ഉണ്ടാവുകയില്ല. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ അതിൽ അള്ളാഹു എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന കാര്യത്തിൽ ചിന്തിക്കുന്നവരാണ്. ആദ്യത്തെ വിഭാഗമാണെങ്കിലോ ലാ യഅരിഫൂന ഹിക്മത്തല്ലാഹി ബിൽ ഖൽഖ്, എന്തിനാണ് അള്ളാഹു സൃഷ്ടിച്ചത്, ആളുകളെ സൃഷ്ടിച്ചത്, ജീവജാലങ്ങളെ സൃഷ്ടിച്ചത്, മലകളെ സൃഷ്ടിച്ചത്, കുന്നുകളെ സൃഷ്ടിച്ചത്, അതുപോലെ തന്നെ സമുദ്രത്തെ അള്ളാഹു പടച്ചത്, ഭൂമിയെ പടച്ചത്, ഗോളങ്ങളെ പടച്ചത് എന്തിനാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം ആളുകളാകട്ടെ അങ്ങനെ ചിന്തിക്കുന്നുമില്ല. എന്നാൽ യഥാർത്ഥത്തിലുള്ള ചിന്ത എന്ന് പറയുന്നത് ജീവിതത്തെ സമഗ്രമായി ആലോചിക്കുക എന്ന കാഴ്ചപ്പാടാണ്. ജീവിതം എന്തിനാണ് അള്ളാഹു നമുക്ക് നൽകിയത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കലാണ്. സൂറത്തുൽ മുൽക്ക് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാവുന്നതാണ്. എന്താണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്, നന്നായി കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ലെറ്റ് us evaluate the situation after വയനാട് ലാൻഡ്സ്ലൈഡ്. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഈ ഒരു സാഹചര്യത്തിലാണ്. ചില ആളുകളൊക്കെ ഇങ്ങനെ പറയുകയുണ്ടായി, വയനാടിലെ വലിയ ഒരു ഉരുൾപൊട്ടലിന് ശേഷം എന്തിനാണ് ഒന്നും ചെയ്യാത്ത ഈ പാവങ്ങളായ നമ്മളെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ് എന്ന് ചോദിക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അവിടെയാണ് ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഖുർആനിൻ്റെ ഒരു വീക്ഷണം എന്ന് പറയുന്നത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ജീവിതം കൊണ്ട് തീരുന്നതല്ല ഒരാളുടെ നിയതി, അതല്ലെങ്കിൽ ഒരാളുടെ കാര്യം എന്ന് പറയുന്നത് ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല, മരണത്തിന് ശേഷവും ഒരു ജീവിതമുണ്ട് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇബ്നുൽ ഖയ്യിം ഒരിക്കൽ പറയുകയുണ്ടായി, ഒമൻ തഅമ്മല ഹാദൽ വജൂദ് അലിമ അന്നൽ ഖൈറ ഫീഹി ഗാലിബ്. ഒരാൾ ഈ തൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ലോകത്തെക്കുറിച്ച് ചിന്തിച്ചാൽ
ഒരാൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളേക്കാൾ കൂടുതലാണ് അയാൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ എന്നുള്ളത്. നന്മകൾ കൂടുതലാണ്, ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ എത്രയോ കുറവാണ്. നമ്മൾ ഒരു പക്ഷേ രോഗങ്ങളുള്ളവരായിരിക്കാം, പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന രോഗത്തേക്കാൾ വലുതാണ് നമ്മൾ അനുഭവിക്കുന്ന ആരോഗ്യം എന്ന് പറയുന്നത്. ഹെൽത്ത് രോഗത്തേക്കാൾ കൂടുതൽ എന്താണ്, അതാണ് കൂടുതൽ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹം എന്ന് മനസ്സിലാക്കണം. വല്ലദാത്ത് അക്സറു മിനൽ ആലാം, നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളുണ്ടല്ലോ, അത് നമ്മൾ അനുഭവിക്കുന്ന വേദനയേക്കാൾ ഉന്നതമാണ്, വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ചിലർ പറയും, പാവപ്പെട്ട ചെറിയ കുട്ടികൾ എന്താണ് പിഴച്ചത്, ഒന്നും ചെയ്യാത്ത ചെറിയ കുട്ടികൾ എന്താണ് പിഴച്ചത്? ഇവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രം പറയാനാണ് എനിക്ക് തോന്നുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ലാസ് എടുക്കുന്ന വേളയിൽ ഒരാൾ സ്ഥിരമായി വരും പ്രവാചകൻ്റെ സദസ്സിൽ. ഹൽക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? സദസ്സ്. പ്രവാചകൻ്റെ ഖുർആനും ഹദീത്തും പറയുന്നതായ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ അധിക സമയവും വരും. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കുട്ടിയും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണുന്നില്ല. അപ്പോഴേ ആളുകളോട്, സഹാബികളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ മനുഷ്യൻ എന്താ കാണാത്തത്? അവൻ സഹാബികൾ റസൂലിനോട് പറഞ്ഞു, അദ്ദേഹം തൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ട വേദനയിലാണ്, വേദനയിലാണെന്ന് സഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറഹു ബിഅന്നഹു ഹലക വഅസ്സഹു ഫഅസാഹു അലൈഹി ثم قال يا فلان أيما كان أحب إليك أن تمتع بك عمرك أو لا يأتي غدا إلى باب من أبواب الجنة إلا وجدته قد سبقك إليه. പ്രവാചകൻ ആ മനുഷ്യനെ പോയി കണ്ടു. എന്നിട്ട് ചോദിച്ചു, താങ്കൾക്ക് കൂടുതൽ ദീർഘായുസ് അതല്ലെങ്കിൽ ഉണ്ടാവുന്നതാണോ താങ്കൾക്കിഷ്ടം? അതല്ല, മരിച്ചതിന് ശേഷം താങ്കളുടെ കുട്ടി സ്വർഗത്തിൻ്റെ വാതിലിൽ താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുന്നതാണോ താങ്കൾക്കിഷ്ടമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി. ഇത് കേട്ടപാടെ അദ്ദേഹം പറഞ്ഞു, യാ നബി അല്ലാഹ് ബൽ യസ്ബഖുനി ഇലാ ബാബിൽ ജന്ന ഫയഫ്തഹുഹാ ഇലൈ. എനിക്ക് എൻ്റെ മരിച്ചുപോയ കുഞ്ഞ് എന്നേക്കാൾ മുമ്പേ സ്വർഗത്തിൽ കടന്ന് എനിക്ക് വാതിൽ തുറന്ന് തരുന്നതാണ് എനിക്കിഷ്ടമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോഴ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്? ഫദാകലക്, എങ്കിൽ താങ്കൾക്കത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, കുട്ടികൾ മരിച്ചിട്ടുണ്ടാകാം, വൃദ്ധരായ ആളുകൾ മരിച്ചിട്ടുണ്ടാകാം, എല്ലാവരും മരണമടിഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ ക്ഷമിക്കുകയാണെങ്കിൽ താങ്കൾക്ക് സ്വർഗമുണ്ട്, അതുപോലെ താങ്കളുടെ കുട്ടിക്കും സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് മരണത്തിലും നന്മയാണ് ഇസ്ലാം ദർശിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരാൾ മരിച്ചു എന്ന് കരുതി അവർക്ക് എന്താണ് പിന്നെ ജീവിതമില്ല എന്ന് ചിന്തിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവുക. എന്നാൽ മരണത്തിന് ശേഷവും ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക്, അത് സത്യമായും വിശ്വസിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും മരണം എന്നുള്ളത് ഒരു പ്രശ്നമല്ല. കാരണം ജീവിതത്തിൽ എപ്പോഴായാലും ഒരു മരണം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ചില കാര്യങ്ങൾ നമുക്ക് നന്മയാണെന്ന്, പക്ഷേ അത് തിന്മയായിരിക്കും. നമ്മൾ വിചാരിക്കും ചില കാര്യങ്ങൾ നമുക്ക് തിന്മയാണെന്ന്, പക്ഷേ അത് നന്മയായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 216 ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം എത്ര കുട്ടികളാണ് ഖബറുകളിൽ എന്താണ് കൊണ്ടുവെക്കപ്പെടുന്നത്. വകമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ല, എത്ര ആളുകളാണ്, ആരോഗ്യമുള്ള ആളുകളാണ്, ഒരു രോഗവുമില്ലാതെ മരിച്ചു പോകുന്നത്. വകമ്മിൻ മരീദിൻ ആശ ഹീനം മിനദ് ദഹർ, എത്ര രോഗികളാണ് പെട്ടെന്ന് മരിക്കാതെ ഒരുപാട് കാലം ജീവിച്ചു പോകുന്നത്. അതുപോലെ നമുക്കറിയാം നമ്മൾ മരണത്തിന് ശേഷം നമ്മുടെ വീട് എന്ന് പറയുന്നത് മരണത്തിന് മുമ്പ് എന്താണോ നമ്മൾ ചെയ്തത് അത് ഉണ്ടാക്കുന്ന വീടാണ്.
സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്ന വീടാണ് മരണത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്ന വീടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മരണത്തിന് മുമ്പ് നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ മസ്കൻ, നമ്മൾ താമസിക്കുന്ന സ്ഥലം അത് നന്നാവുമെന്ന് അറബി കവിതകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് മരണം ലോകത്ത് ഇന്ന് വരെ ഒരാളെയും പിടികൂടാതിരുന്നിട്ടില്ല. എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് ഭരണാധികാരികൾ മരിച്ചു പോയിട്ടില്ലേ? എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്. ഫൽ മൗതു ആതിൻ ലാ റൈബ ഫീ ലാ യുഫർരിഖു ബൈന കബീരിൻ ഔ സഗീർ ഗനിയ്യുൻ ഔ ഫഖീർ ഖവിയ്യുൻ ഔ ളഈഫ് വലൻ യഫിറ മിനൽ മൗതി അഹദുൻ ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖികും. സൂറത്തുൽ ജുമയിലെ 8-ാമത്തെ വചനമാണ്. ചെറുത് വലുത് എന്ന വ്യത്യാസമില്ല, പണ്ഡിതൻ പാമരൻ എന്ന വ്യത്യാസമില്ല, മുതലാളി തൊഴിലാളി എന്ന വ്യത്യാസമില്ല, ശക്തൻ അശക്തൻ എന്ന വ്യത്യാസമില്ല. അങ്ങനെ ഒരു വ്യത്യാസവുമില്ല. മരണം എല്ലാവരെയും പിടികൂടുന്നതാണ്. അതാണ് ലോകത്തിൻ്റെ നിയതി എന്ന് പറയുന്നത്. റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സന്ദർഭത്തിൽ ആളുകൾക്ക് ഒരു സംശയം, പ്രവാചകൻ മരിക്കുകയോ? അപ്പോഴേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണെന്നറിയോ പറഞ്ഞത്? മൻ കാന യഅ്ബുദു മുഹമ്മദ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. മുഹമ്മദിനെ ആരെങ്കിലും ആരാധിക്കുന്നുവെങ്കിൽ മുഹമ്മദ് നബി മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹു മരിക്കാത്തവനാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അതുകൊണ്ട് മരണം എന്നുള്ളത് നബിമാരെ പോലും പിടികൂടിയിട്ടുള്ളതായൊരു പ്രതിഭാസമാണ്. ഇനി പരീക്ഷണങ്ങൾ, നബിമാർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ലേ? സാധാരണക്കാർ നല്ല ആളുകൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ നല്ലത് ചെയ്യുന്നവർക്കും അല്ലാതെ ജീവിക്കുന്നവർക്കും എല്ലാവർക്കും പരീക്ഷണമുണ്ടായിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തെ നമ്മൾ ബുദ്ധിപരമായി സമീപിക്കണം. ബുദ്ധിപരമായി നമ്മൾ ജീവിതത്തെ സമീപിക്കണം. സൂറത്തുൽ ബഖറ 197 വേഴ്സസ് നമ്പർ 197 ഇതാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ എന്താണ്? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. ബുദ്ധിയുള്ളവർക്ക് ഏറ്റവും നല്ലത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് we have to realize that the life is not only in this world but hereafter. അത് നമ്മൾ തിരിച്ചറിയണം. ജീവിതം എന്നുള്ളത് ഈ ലോകത്തേക്ക് മാത്രമല്ല. ജീവിതം എന്നുള്ളത് എന്താണ്? പരലോകത്തേക്ക് കൂടിയുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഒരു ലാൻഡ് സ്ലൈഡ്, ഒരു വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ നിമിഷങ്ങളെ കൊണ്ട് ഒരു വലിയ മലയുടെ മുകളിൽ നിന്ന് കിലോമീറ്ററുകളോളം എത്ര വലിയ പാറക്കഷ്ണങ്ങളാണ് വന്നത്, എത്ര വലിയ പാറക്കഷ്ണങ്ങളാണ് വന്നത്. അതുകൊണ്ട് ഒരുപാട് 2-3 ഗ്രാമങ്ങൾ തന്നെ തകർന്നു പോയി. ഒരു പാലം പൊട്ടിയപ്പോൾ ആ പാലം ഉണ്ടാക്കാൻ മനുഷ്യർക്ക് ഒരു ദിവസം കഴിയേണ്ടി വന്നില്ലേ? ബെയിലി പാലം നിർമ്മിക്കാൻ ഒരു ദിവസം കഴിയേണ്ടി വന്നു. പക്ഷേ പാറക്കഷ്ണങ്ങൾ വന്നതോ, ഇത്രയും വലിയ പാറക്കഷ്ണങ്ങൾ ഒരു മലയുടെ മുകളിൽ നിന്നും താഴോട്ട് പതിച്ചത് നിമിഷങ്ങൾ കൊണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യരായ നമ്മൾ ദുർബലരാണ്. നമ്മളെ സൃഷ്ടിച്ചത് ആ രീതിയിലാണ് അള്ളാഹു സൃഷ്ടിച്ചത്. ഖുലിഖൽ ഇൻസാന ലഈഫ. മനുഷ്യർ ദുർബലരാണ്. ഇനി മനുഷ്യൻ്റെ വേറൊരു ദൗർബല്യത്തെക്കുറിച്ച് പറയാം. ഈ ഒരു കാര്യം, അതല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതിന് മുമ്പ് ചില മൃഗങ്ങളെല്ലാം, കാട്ടുമൃഗങ്ങളെല്ലാം വേറെ ദിശയിലേക്ക് പോയിരുന്നു. ആനക്കൂട്ടങ്ങൾ, ആനകൾ അടക്കമുള്ള കാട്ടുമൃഗങ്ങൾ വേറെ ദിശയിലേക്ക് പോയി, വേറെ സ്ഥലത്തേക്ക് പോയി. പക്ഷേ ചില മനുഷ്യർക്കെങ്കിലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, ചിന്തിക്കാൻ കഴിഞ്ഞില്ല, അതേക്കുറിച്ച് ആലോചിക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് നമ്മൾ സൂറത്തുൽ ലുഖ്മാനിലെ ഒരു വചനം മനസ്സിലാക്കേണ്ടത്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ. ഖിയാമത്ത് നാൾ എന്നുണ്ടാവുമെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. വയനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം. അതുപോലെ തന്നെ മഴ വർഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? മഴ വർഷിപ്പിക്കുന്നത് എപ്പോഴാണ്? മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹുവിന് മാത്രമേ. അവനാണ് മഴ വർഷിപ്പിക്കുന്നവൻ. അവനാണ് ഗർഭപാത്രത്തിലുള്ളത് സൂക്ഷ്മമായി അറിയുന്നവൻ. സൂക്ഷ്മമായി നമുക്കറിയാൻ പറ്റും, പക്ഷേ സൂക്ഷ്മമായി അറിയുന്നവൻ ആരാണ്? വയഅലമു മാ ഫിൽ അർഹാം. അത് അള്ളാഹു മാത്രമാണ്. അതുപോലെ വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളെ എന്ത് നമ്മൾ ഏൺ ചെയ്യുമെന്ന് നമുക്കറിയോ?
ഇല്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. എവിടെയാണ് മരിക്കുക എന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു സംഭവം, ഒരു ഉരുൾപൊട്ടൽ, വലിയൊരു ഒരു സംഭവം ഉണ്ടായ സമയത്ത് തൻ്റെ അമ്മയെ കാണാൻ തലേ ദിവസം അതിന് തൊട്ടടുത്തുള്ള ഒരു അധ്യാപകൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അതേപോലെ ആ അധ്യാപകൻ രക്ഷപ്പെടുന്നു. തൻ്റെ വീട്ടിൽ നിന്ന് തൻ്റെ ഭർത്തൃ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി ആ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തേക്ക് വരുന്ന ആ പെൺകുട്ടി മരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. എവിടെ മരിക്കും? അപ്പോൾ എവിടെയാണ് നമ്മുടെ മരണമെന്ന് നമുക്കൊരിക്കലും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. എവിടെ വെച്ച് മരിക്കും? അള്ളാഹു നമ്മെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, മരിക്കേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. നമുക്ക് ആ ടീച്ചറെ കുറിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആ ടീച്ചർ പറഞ്ഞല്ലോ, ഹി വാസ് ടെല്ലിങ് ഹിസ് സ്റ്റുഡൻസ്. എന്ത് പറഞ്ഞു? ആ സ്റ്റുഡൻസിനോട് പറഞ്ഞു, യു ആർ ദ മോസ്റ്റ് ലക്കി സ്റ്റുഡൻസ് ഇൻ ദ വേൾഡ്. യു ആർ ദ മോസ്റ്റ് ലക്കി സ്റ്റുഡൻറ് ഇൻ ദ വേൾഡ് ബിക്കോസ് യു ആർ ലേണിംഗ്. യു ആർ ലേണിംഗ് തിങ്സ് ഇൻ ദ റിവർ ഓഫ് ബാങ്ക്, ഇൻ ദ ബാങ്ക് ഓഫ് എ റിവർ എന്ന് അദ്ദേഹം പറഞ്ഞു. തൻ്റെ മക്കളോട് പറഞ്ഞു, നിങ്ങൾ പഠിക്കുന്നത് ഒരു പുഴയുടെ തീരത്ത് നിന്നാണ്. നിങ്ങൾ ഏറ്റവും വലിയ ലക്കി അല്ലെങ്കിൽ ഭാഗ്യവാന്മാരായ കുട്ടികളാണ് എന്ന് തൻ്റെ കുട്ടികളോട് പറഞ്ഞു. അതേ അധ്യാപകൻ തന്നെ പിന്നീട് പറയുകയുണ്ട്, ആഫ്റ്റർ ലാൻഡ് സ്ലൈഡ് ഹി ടോൾഡ് ടു ദ മീഡിയ ദാറ്റ് 100% അത് മിയർ സ്റ്റേറ്റ്മെൻറ്റ്. 100% മിയർ സ്റ്റേറ്റ്മെൻറ്റ്. ദേ വെർ അൺലക്കി സ്റ്റുഡൻറ്റ്. അദ്ദേഹം മാറ്റി പറഞ്ഞു. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ്, എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ള ആളുകൾ എന്താണ് ചിന്തിക്കേണ്ടത്? നാശം എന്നുള്ളത് എല്ലാവരെയും പിടികൂടുന്നതാണ്, എല്ലാവരെയും പിടികൂടും. പക്ഷേ അതിൽ ചിലപ്പോൾ നിരപരാധികളുണ്ടായേക്കാം, നല്ല ആളുകളുണ്ടായേക്കാം, പിഞ്ചു കുട്ടികളുണ്ടായേക്കാം. പക്ഷേ റസൂലുള്ള പറഞ്ഞതുപോലെ യുഹ്സഫു ബിഅവ്വലിഹിം വആഖിരിഹിം സുമ്മ യുബ്അഥൂന അലാ നിയ്യാതിഹിം. മരിക്കുമ്പോൾ പലരും മരിച്ചേക്കാം, പക്ഷേ ഓരോരുത്തരുടെ നിയ്യത്തനുസരിച്ച് നാളെ അവർ പുനർജനിക്കപ്പെടും. നല്ലവരാണോ നല്ലത് അവർക്കുണ്ടാകും, ചീത്ത മോശമായ കാര്യങ്ങൾ ചെയ്തവരാണോ അവരുടെ പരിണിത ഫലം മോശമായിരിക്കും എന്ന് നാം ഓരോരുത്തരും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. നമുക്ക് ഇപ്പോഴതിന് ശേഷം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് പകരം കൊടുക്കാൻ പറ്റുമോ? നമുക്ക് അതൊരിക്കലും കഴിയില്ല. നമുക്ക് അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ ചില സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാം, വീടുകൾ വെച്ച് കൊടുക്കാം, നഷ്ടപ്പെട്ടു പോയ ഭൗതികമായ അവരുടെ കാര്യങ്ങൾ നമുക്ക് വാങ്ങിക്കൊടുക്കാം. ഇതാണ് ഇസ്ലാമിക ഫിലോസഫി. ഒരു പോസിറ്റീവ് ഫിലോസഫിയെക്കുറിച്ച് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പോസിറ്റീവ് ഫിലോസഫി മരണത്തിന് ശേഷവും ജീവിതമുണ്ട്. അതാണ് നമ്മെ നയിക്കേണ്ടത്. അപ്പോൾ മരണത്തിന് ശേഷം അവർക്ക് നഷ്ടപ്പെട്ട ജീവൻ അള്ളാഹുവിന് നൽകാൻ കഴിയും. പക്ഷെ ആർക്ക് നൽകാൻ സാധ്യമല്ല? മനുഷ്യരായ നമ്മെ സംബന്ധിച്ച് അത് നൽകാൻ സാധ്യമല്ല. വിമർശിക്കുന്ന ചില ആളുകൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഇവിടെ ഇപ്പോൾ മത്സരങ്ങൾ നടക്കുന്നുണ്ട്, ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ വിജയമുണ്ട്, പരാജയമുണ്ട്. ഇവിടെ നമ്മുടെ എക്സാമുകൾ നടക്കുന്നുണ്ട്, അവിടെ വിജയമുണ്ട്, പരാജയം. ഇതല്ലാത്ത വേറെന്തെങ്കിലും ഒരു സിസ്റ്റം മനുഷ്യനറിയുമോ? ഇതല്ലാത്ത മറ്റെന്തെങ്കിലും നമുക്ക് ബുദ്ധിപരമായി തോന്നുന്നുണ്ടോ? ഇത്രയേറെ ചിന്തിച്ച നമുക്കത് ബുദ്ധിപരമായി തോന്നുന്നുണ്ടോ? ഇനിയൊന്ന് ആലോചിച്ച് നോക്കൂ. 1990 നാം ഒരുപാട് സഞ്ചരിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴോ നമ്മുടെ സഞ്ചാരത്തിൻ്റെ സമയം എത്രയാണ്? അന്ന് 10 ദിവസം സഞ്ചരിച്ചതിന് ഇന്ന് നമ്മൾ 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു. അപ്പോൾ അത് മോശമാണോ? പഴയത് അല്ല. കാലത്തിനനുസരിച്ച് നമ്മുടെ ബുദ്ധി അത്രയേ ഉള്ളൂ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ നമുക്കറിയാം, നമ്മൾ ഒരു 2-3 വർഷങ്ങൾ മുമ്പ് വരെ നമ്മളൊരു വർക്കുകൾ ചെയ്യാൻ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ എത്ര സമയം ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഒരു ആർട്ടിക്കിൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മളൊരു പേജ് ടൈപ്പ് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ 10 മിനിറ്റ് എടുത്തിരിക്കും. ഇപ്പോൾ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ആർക്ക്? AI-ക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ആ സമയത്ത് വിത്തിൻ സെക്കൻഡ്സ്
വി ഗെറ്റ് ദ ആൻസർ വിത്തൗട്ട് എനി ടൈപ്പ് ചെയ്യാതെ അപ്പോൾ നമ്മൾ പഴയ കാലത്ത് നമ്മൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായില്ല. അപ്പം നമ്മളുടെ ബുദ്ധി എന്ന് പറയുന്നത് അത് ചിലപ്പോൾ എന്താണ്, ന്യൂനതയുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം ന്യൂനതയുള്ള ബുദ്ധി കൊണ്ട് നമ്മൾ പലതും പറയും. പക്ഷേ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഇതിനെല്ലാക്കാളും അപ്പുറം ഉന്നതമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. പരീക്ഷണങ്ങളിൽ അള്ളാഹുവിൻ്റെ അടിമകളെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അസ്സബ്റു അലാ മാ ഉസീബ അലൈ, എന്താണോ നമുക്ക് മേൽ വന്നു ഭവിച്ചത് അതിൽ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ക്ഷമിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാനും ജീവിതത്തിൽ രക്ഷപ്പെടാനും അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. ആ രീതിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസീക്കും ഇബാദല്ലാഹ് വസാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരീക്ഷണമാണ്. ചില പ്രകൃതി ദുരന്തങ്ങൾ ശിക്ഷയായിക്കൊള്ളണമെന്നില്ല. ശിക്ഷയായും വരാം, അതല്ലാതെ പരീക്ഷണമായും വരാം. യഥാർത്ഥത്തിൽ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ പിന്നിൽ എന്താണ് ഹിക്മത്ത് എന്ന് ആർക്ക് മാത്രമേ അറിയുള്ളൂ? അള്ളാഹുവിൻ്റെ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ പരീക്ഷണമാകാം, അതുപോലെ തന്നെ ശിക്ഷയാകാം, പലതുമാകാം. പല രീതിയിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷണങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത്? വിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്ത് അൻആം വേഴ്സസ് നമ്പർ 42, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക് ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വല്ലറാ ലഅല്ലഹും യതളറഊൻ. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം. നമ്മൾ ഒരുപാട് ഉമ്മത്തിലേക്ക്, ഒരുപാട് സമൂഹങ്ങളിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. താങ്കൾക്ക് മുമ്പ് ഒരുപാട് സമൂഹങ്ങളിലേക്ക് അവരെ നാം ചില സന്ദർഭങ്ങളിൽ പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്, പ്രയാസങ്ങൾ നൽകിയിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ നൽകിയിട്ടുണ്ട്, രോഗങ്ങൾ നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ പട്ടിണി നൽകിയിട്ടുണ്ട്. എല്ലാം നൽകി അവരെ പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണ്? ലഅല്ലഹും യതളറഊൻ. എന്തുള്ളവരാകാൻ? അള്ളാഹുവിലേക്ക് താഴ്മയുള്ളവരാകാൻ വേണ്ടി, വിനയമുള്ളവരാകാൻ വേണ്ടി. നമ്മളിൽ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കണം. നമുക്കറിയാം, ഈ ഒരു വയനാട് ദുരന്തമുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു വീഡിയോ ഉണ്ട്, നിങ്ങളൊക്കെ കണ്ടു കാണും അല്ലേ? ഒരു നായ, ഒരു ഡോഗ്, ഒരു സ്ത്രീ ഒരുപാട് ദിവസം ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് അവസാനം ഡോഗിൻ്റെ ഉടമയിലേക്ക് ഒരു സ്ത്രീയുടെ അടുത്ത് വന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കാണുന്ന ഒരു കാഴ്ചയാണ്. ഒരുപാട് ദിവസം, 3-4 ദിവസം ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് അവസാനം ദുരിതാശ്വാസ ക്യാമ്പിൽ അവിടെയുള്ള ഒരു ലേഡി ആ നായയുടെ അടുത്ത് വന്നപ്പോൾ ആ നായ അതിനോട് ആ സ്ത്രീയോട് ചെയ്യുന്ന ഒരു രംഗം നമ്മൾ വീഡിയോ. ഈ നായയുടെ നന്ദിയെങ്കിലും മനുഷ്യനുണ്ടാവണം എന്നാണ് ഓരോ സന്ദർഭങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം എന്താ അറിയോ? വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, വൽആദിയാത്തി ളബ്ഹ ഫൽമൂരിയാത്തി ഖദ്ഹ ഫൽമുഗീറാത്തി സുബ്ഹ ഫഅഥർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് അഫലാ യഅലമു ഇദാ ബുഅ്ഥിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. ഇതിൽ നമുക്ക് അറിയാം, കുതിരയെ പറ്റിയാണ് ആദ്യ ആയത്തുകളെ പരാമർശം. കുതിരകളെ സംബന്ധിച്ചാണ്. ഏത് കുതിരകൾ? തൻ്റെ യജമാനനോട് നന്ദി കാണിക്കുന്ന കുതിരകൾ. പ്രഭാതത്തിൽ വളരെ പുലർച്ചക്ക് തന്നെ യജമാനൻ്റെ കൂടെ പുറത്തിറങ്ങുന്ന കുതിര, യുദ്ധത്തിന് വേണ്ടി പുറത്തിറങ്ങുന്ന കുതിര, മണ്ണുകൾ പാറിപ്പിച്ച് മുന്നോട്ട് ഗമിക്കുന്ന കുതിര, ശത്രുക്കളുടെ ഇടയിലേക്ക് ചാടി വീഴുന്ന കുതിര. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? യജമാനനോടുള്ള നന്ദി. അതാണ് ഈ കുതിരയുടെ ഉടമയോടുള്ള നന്ദിയാണ് അത് കാണിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നൊരു വചനമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? വെരിലി man അല്ലെങ്കിൽ ഡിസ്ബിലീവ് ഈസ് അൺഗ്രേറ്റ്ഫുൾ ടു ഹിസ് ലോർഡ്. ungrateful to his Lord. Innal insana li rabbihi lakanut.
എന്നിട്ട് ഈ മനുഷ്യന് കണ്ണ് കൊടുത്ത, കൈ കൊടുത്ത, അതുപോലെ തന്നെ ജോയിൻസുകൾ കൊടുത്ത, അതുപോലെ തന്നെ ഹെയർ കൊടുത്ത, ഇയർ കൊടുത്ത, എല്ലാം കൊടുത്ത അള്ളാഹുവിനോട് ഡിസ്ഗ്രേസ്ഫുൾ, അല്ലെങ്കിൽ അവൻ എന്താണ് അൺഗ്രേറ്റ്ഫുൾ. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാവാൻ പാടുണ്ടോ എന്നുള്ളതാണ് അള്ളാഹു ചോദിക്കുന്നത്. പിന്നെയോ മനുഷ്യൻ്റെ താല്പര്യം എന്താ? അവൻ ഹി ഈസ് വയലന്റ് ഇൻ ദ ലവ് ഓഫ് വെൽത്ത്. അതാണ് പറയുന്നത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. വെൽത്ത്, സമ്പത്തിനോടുള്ള അതിയായ താല്പര്യം, അതിയായ ആഗ്രഹം, ഇതാണ് മനുഷ്യനുള്ളത്. അവസാനത്തെ ആയത്ത് നോക്കൂ, ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. ദ ഡേ ഓഫ് റിസറക്ഷൻ their lord will be well acquainted them. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. അപ്പോൾ അള്ളാഹു അവരെ തിരിച്ചറിയും, മനുഷ്യനെ തിരിച്ചറിയും. അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണോ, നരകത്തിലേക്ക് കൊണ്ടുപോകണോ, ഇതൊക്കെ അള്ളാഹുവിന് കൃത്യമായി ധാരണയുള്ളതാണ്. അപ്പം നമ്മൾ തിരിച്ചറിയണം. ഇവിടെയും നമ്മുടെ പാർലമെന്റിൽ ചിലരൊക്കെ ഇപ്പോഴും കാട്ടിക്കൂട്ടുന്നത് എന്താ? സംബഡി ട്രൈങ് ടു കോൺഫ്ലിക്റ്റ് ദ ഇന്ത്യൻ പീപ്പിൾ as per their religion and beliefs. The new issue is Waqf. You know that? Waqf is the new issue. Somebody is trying these things in our parliament also. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവരിപ്പോഴും they didn't learn anything from the last public election. ഒന്നും പഠിച്ചിട്ടില്ല. ജനങ്ങൾക്ക് അവർക്ക് ജനങ്ങളൊരു പാഠം നൽകിയിട്ടുണ്ട്. പക്ഷേ അതേക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അപ്പം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ഇത്രയൊക്കെ ആയിട്ടും പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്തത് ആര് മാത്രമേ ഉള്ളൂ? മനുഷ്യന്മാർ മാത്രമേ. ഡിസ്ബിലീവേഴ്സ്, അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിക്കുന്നവർ അവർ മാത്രമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൊരു ആയത്തുണ്ട്, എല്ലാവരും കേട്ട ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു കൂനു അൻസാറല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ അൻസാറുകളാവുക. കമാ ഖാല ഈസ ഇബ്നു മറിയം ലിൽ ഹവാരിയീന മൻ അൻസാരി ഇലല്ലാഹ് ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ് ഫആമനത് ത്വായിഫത്തും മിൻ ബനി ഇസ്രായീൽ ഫകഫറത് ത്വായിഫ ഫഅയ്യദ്ന അല്ലദീന ആമനു അലാ അദുവ്വിഹിം ഫഅസ്ബഹു ളാഹിരീൻ. അപ്പം എന്താണ്? ബനു ഇസ്രായേലിൽ പെട്ട ഒരു വിഭാഗം അവര് പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ അൻസാറുകളാണ്. അവർ അള്ളാഹുവിൽ വിശ്വസിച്ചു. മറ്റൊരു വിഭാഗം വിശ്വസിച്ചതുമില്ല. വിശ്വസിച്ച വിഭാഗത്തെ അള്ളാഹു വിജയിപ്പിച്ചു. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. വിശ്വാസം അത് നമ്മൾ ഉണ്ടാവണം. നമ്മളിൽ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പ്രശ്നങ്ങൾ അത് നമ്മൾ പരിഹരിക്കണം. നമ്മളെ ജീവിതത്തിലെ വീഴ്ചകൾ അത് നമ്മൾ പരിഹരിക്കണം. നമ്മൾ അള്ളാഹുവിനോട് തെറ്റ് ഏറ്റു പറയണം. അതിൽ നിന്ന് ഹിന്ദുവില്ല, മുസൽമാനില്ല, ഒന്നുമില്ല. എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിലേക്കാണ് ഖേദിച്ച് മടങ്ങേണ്ടത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങൽ ഓരോരുത്തരുടെയും ബാധ്യതയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ രീതിയിൽ ജീവിതത്തെ മനസ്സിലാക്കാൻ, ജീവിതത്തെ നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നന്മ എന്തെന്ന് മനസ്സിലാക്കാൻ, സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ, നമ്മുടെ ബാധ്യതകളെ തിരിച്ചറിയാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ആ രീതിയിൽ നമ്മൾ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഇന്നത്തെ ഈ പള്ളിയിലെ കളക്ഷൻ നടക്കുന്നത് ഇന്നത്തെ സബ്ജക്റ്റിൻ്റെ ആ ഒരു കെടുതികൾക്ക് വേണ്ടിയുള്ളതാണ്. വയനാടിലെ കെടുതികൾക്ക് വേണ്ടി ഉള്ളതായ കളക്ഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് തന്നെ നൽകിയാലും വീണ്ടും നമ്മളിലേക്ക് വരേണ്ട ഒരു ആശയം എന്താണെന്നറിയോ? നമ്മുടെ ബിലീവ്, നമ്മുടെ ഇഅ്തിഖാദ്, നമ്മുടെ വിശ്വാസം, അതാണ് നമ്മളിലേക്ക് വരേണ്ടത്. അതനുസരിച്ച് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമ്മൾ we will get the reward from Almighty Allah in the day of resurrection. This is our great belief. അതാണ് നമ്മുടെ വിശ്വാസം എന്നുള്ളത്. ആ രീതിയിൽ ജീവിതത്തെ നമ്മൾ പാകപ്പെടുത്താൻ നമ്മൾ തയ്യാറാണുണ്ടോ? തീർച്ചയാണ് അള്ളാഹ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, സംശയമില്ല. പരാജയം എന്നുള്ളത് ഇവിടുത്തെ ചെറിയ ചെറിയ പരാജയങ്ങളല്ല. ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് പരലോകത്ത് നമുക്ക് വരുന്ന പരാജയം. ആ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവരുണ്ട്, അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. കടം കൊണ്ട്, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്നുള്ള മോചനം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. വയനാട്ടിലും അതുപോലെ തന്നെ ഫലസ്തീനിലും ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. അള്ളാഹു നമ്മുടെ സഹോദരങ്ങളെയും അതുപോലെ മറ്റുള്ളവരെയും അതിൽ നിന്ന്
എത്രയും പെട്ടെന്ന് അള്ളാഹു മോചനം എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. ഹിദായത്തിൽ എത്താത്തവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات فيا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر ذنوبنا يا غافر المذنبين برحمتك يا أرحم الراحمين.